ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈ വോൾട്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഗോവയെക്കുറിച്ച് പരിചയപ്പെടാം. ഞങ്ങളുടെ റീസെൻറ്റ് ഗോവ ട്രിപ്പിനെ കുറിച്ചൊരു വീഡിയോ ആണ്. ഗോവയ്ക്ക് പോയി നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. ഞങ്ങളുടെ യാത്ര മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിന് 2:30-ക്കായിരുന്നു. AC കോച്ചായിരുന്നുകൊണ്ട് പിള്ളേർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കൃത്യം ഒരു 5 മണിയായപ്പോൾ തന്നെ ട്രെയിൻ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ്റെ പേരാണ് തിവിയം സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മുടെ സ്റ്റേ ഒക്കെ ഫാൽക്കോൺ റിസോർട്ട് കാലങ്കോട്ടാണ്. അടിപൊളി ലൊക്കേഷനാണ്. നമുക്ക് വിത്ത് സ്വിമ്മിംഗ് പൂള്, നമുക്ക് ഡീലക്സ് റൂമാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും അടിപൊളിയായിരുന്നു. അന്നത്തെ ദിവസം നമ്മൾ എന്നിട്ട് കറങ്ങുന്നതിന് വേണ്ടി കാലങ്കോട്ട് ബീച്ചിലേക്ക് ഇറങ്ങി. അവിടെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള ആക്ടിവിറ്റീസ് അവിടെയുണ്ട്. പിള്ളേർക്ക് പറ്റുന്ന ആക്ടിവിറ്റീസ് ചിലത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ബി കെയർഫുൾ ആയിരിക്കണം, കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നവർ. പിന്നെ ഞങ്ങളുടെ കറക്കം ഫുള്ള് ഞങ്ങളൊരു സ്കൂട്ടറിലായിരുന്നു. അപ്പോൾ ഗോവയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ഒരു അടിപൊളി ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു സ്കൂട്ടർ നമ്മൾ റെൻറ്റിനെടുത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അടിപൊളി. ഞങ്ങൾ നേരെ അടുത്തത് അഗോഡ ഫോർട്ടിലേക്കാണ് പോയത്. അടിപൊളി ഒരു ലൊക്കേഷനാണ്. നമുക്ക് അടിപൊളി ഒരു വ്യൂ നമുക്ക് അവിടുന്ന് ആസ്വദിക്കാൻ സാധിക്കും. അതിനുശേഷം ഞങ്ങൾ പോയത് ശൃംഗേറിയം ബീച്ചിലേക്കാണ്. ഇത് അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഇത് നല്ലൊരു മൂവി ലൊക്കേഷൻ കൂടിയാണ്. പല മൂവികളിലും ഈ ലൊക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അന്നത്തെ ദിവസം ഞങ്ങൾ ഫുള്ള് ബീച്ചിലായിരുന്നു. ബീച്ചിൽ നമുക്ക് ഇഷ്ടംപോലെ വാട്ടർ ആക്ടിവിറ്റീസ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ നേരെ ഓൾഡ് ഗോവ പോകാൻ ഇറങ്ങി. ഓൾഡ് ഗോവ പോകുന്ന വഴിക്ക് നമുക്ക് കായലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു റോഡുണ്ട്. അടിപൊളി വഴിയാണത്. നല്ലൊരു ഫീലാണ് നമുക്കത് തരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾഡ് ഗോവ ചർച്ചെത്തി. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി ഒക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഞങ്ങൾ കാണാൻ സാധിച്ചു. അടിപൊളി ഒരു ലൊക്കേഷനാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഡോണാപ്പോള വ്യൂ പോയിൻ്റ് കാണാനാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അടിപൊളി ലൊക്കേഷനാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഇമ്മാക്കുലേറ്റ് കോൺസെപ്ഷൻ ചർച്ച് കാണാനാണ്. പാഞ്ചിയത്തുള്ള ഇത് ഭയങ്കര ഫേമസ് ചർച്ചാണ്. പല മൂവികളിലും നമുക്ക് ഈ ചർച്ച് കാണാൻ സാധിക്കും. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ പാഞ്ചിയത്ത് സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു പോകും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി മപ്സ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അപ്പോൾ മപ്സ മാർക്കറ്റിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടാണിത്. അടിപൊളി വഴിയാണ്. ഈ റൂട്ട് നമുക്ക് പല മൂവികളിലും ലൊക്കേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗോവയ്ക്ക് പോകുമ്പോൾ മസ്റ്റ് വിസിറ്റ് ഒരു മാർക്കറ്റാണ് മപ്സ മാർക്കറ്റ്. അവിടെ ഗോവയുടെ വെറൈറ്റി ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ കിട്ടും കേട്ടോ, വിത്ത് റീസണബിൾ റേറ്റ്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വിസിറ്റ്. നൈറ്റിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസാണ് ഗോവയിലെ കാസിനോസ് ആൻഡ് ബോട്ട് പാർട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ ഗോവ ട്രിപ്പിൻ്റെ വീഡിയോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ.